കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിന് ആ പേര് വരാൻ കാരണമായ ക്ഷേത്രം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കുലദൈവമായ ശ്രീ പത്മനാഭ സ്വാമിയുടെ ക്ഷേത്രം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഒരു ക്ഷേത്രം എങ്ങനെ ഇത്ര സമ്പന്നമായ ക്ഷേത്രമായി എന്ന കഥയറിയുമോ? ചരിത്രം ആരംഭിക്കുന്നത് കൊല്ലവർഷം 925, അതായത് ഇംഗ്ലീഷ് കലണ്ടറിൽ 1750 ജനുവരി 3-നാണ്. തിരുവിതാംകൂറിന്റെ ശക്തനായ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെയും സ്വത്തുവകകളെയും എല്ലാം കുലദൈവമായ ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ചു. ശേഷം ശ്രീ പത്മനാഭന്റെ പ്രതിപുരുഷൻ അല്ലെങ്കിൽ ശ്രീ പത്മനാഭദാസൻ എന്ന പേര് സ്വീകരിച്ചാണ് രാജ്യം ഭരിച്ചിരുന്നത്. ഈ ചരിത്ര സംഭവമാണ് തൃപ്പടിദാനം. നൂറ്റാണ്ടുകളായുള്ള രാജഭരണകാലത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച സ്വത്തുക്കളാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം എന്ന പേരിൽ എത്തിച്ചത്. ഏകദേശം 1.5 ലക്ഷം കോടി അല്ലെങ്കിൽ $20 മില്യൺ മുകളിലാണ് ഇതിന്റെ മൂല്യം വരുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ക്ഷേത്രം ഇന്നീ കാണുന്ന വിധത്തിൽ പുനരുദ്ധീകരിച്ചത്. തമിഴ് അല്ലെങ്കിൽ ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ നിർമ്മാണം. 7 നിരകളാണ് ഗോപുരത്തിനുള്ളത്. ഭാരതത്തിലെ 108 പ്രധാന വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെ നിലവറയെ സംബന്ധിച്ചുള്ള വാർത്തകൾക്ക് ശേഷം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകൾ ഈ ക്ഷേത്രം വന്ന് കാണാനെത്താറുണ്ട്.